ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ ചോദിച്ചായിരുന്നു. ഞാൻ മുന്നേ പ്രോമെട്രിക്കിൻ്റെ കാര്യങ്ങളൊക്കെ വീഡിയോ ചെയ്തുകൊണ്ട് മീൻസ് കുറേ ആൾക്കാർ ചോദിച്ചായിരുന്നു വാട്ട് ഈസ് ഹാപ്പനിങ് കുവൈത്തിലെ ഹോസ്പിറ്റലിൽ കൂട്ടരാജി എന്ന് പറയുന്ന പോലെ നമ്മൾ ഒരുപാട് പേരെ ടെർമിനേറ്റ് ചെയ്യുന്നു. 40 ആൾ വരെ 60 അങ്ങനെ വലിയൊരു ഹ്യൂജ് നമ്പേഴ്സാണ് എല്ലാവർക്കും ടെർമിനേഷൻ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഹോസ്പിറ്റലിൽ. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. അതായത് അഫിയ എന്ന് പറയും, AYFA ആണ്. അതെങ്ങനെ കറക്റ്റായിട്ടുള്ളത് അറിയത്തില്ല. എനിവേ ആ ഒരു സംഭവമായ ഇൻഷുറൻസ് സസ്പെൻഡ് ചെയ്തു ഗവൺമെൻറ്. അതുകൊണ്ടാണ് ഇത്രയും ടെർമിനേഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു ഗവൺമെൻറ്റിൻ്റെ ഇൻഷുറൻസ് ആയിരുന്നു. ആ ഗവൺമെൻറ് ഇൻഷുറൻസ് ഇവിടുത്തെ കുവൈത്തി സിറ്റിസൺസ് ആണ് മോസ്റ്റ്ലി ഹോസ്പിറ്റലിൽ പോകുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിൽ മുന്നേ 300 പേര് വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്തൊക്കെ അപ്പോൾ 100 പേരെ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും അവരൊരു സ്റ്റാഫിനെ അവർ റെഡ്യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ഈ ഒരു ഇൻഷുറൻസ് അവർ സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു കാരണങ്ങൾ ഉണ്ട്. അത് നമുക്ക് ഇപ്പം മീൻസ് നമ്മൾ വേറൊരു രാജ്യത്ത് ഇരുന്ന് കഴിഞ്ഞിട്ട് അതൊന്നും പറയാൻ പാടില്ല. നിങ്ങൾ ഊഹിച്ചാൽ മതി മീൻസ് ഒരു ഇൻഷുറൻസും ഹോസ്പിറ്റലും ഒക്കെ ആകുമ്പോൾ എന്തുമാത്രം ഇഷ്യൂസ് വരും എന്നുള്ളത്. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചത്. അതുകൊണ്ടാണ് അവരത് സസ്പെൻഡ് ചെയ്തത്, സ്റ്റോപ്പ് ആക്കിയിട്ടില്ല. സോ ഇതിൽ ബാധിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ടെർമിനേറ്റ് ആയിട്ട് ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഒരു അധിക ഹോസ്പിറ്റൽസും 3 month നോട്ടീസ് പീരീഡ് കൊടുത്തിട്ടുണ്ട്. വിത്ത് റിലീസ് കൊടുത്ത സ്ഥലങ്ങളുമുണ്ട്. റിലീസ് കൊടുത്തിട്ട് കൊടുക്കുന്നതുകൊണ്ടുള്ളൊരു പ്രോബ്ലംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നാട്ടിൽ നിന്ന് ആൾ കയറി വരാനുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. മീൻസ് അവർക്കൊക്കെ ഇപ്പോൾ സ്റ്റോപ്പ് ആയിരിക്കുകയാണ്. കാരണം ഇവിടെ ലോക്കലി തന്നെ ഒരു ഹ്യൂജ് നമ്പർ നേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. ബട്ട് ഇതിൽ പ്രൈവറ്റ് മെഡിക്കൽ സെൻറ്റർ ക്ലിനിക്ക് അവർക്ക് അത് ആക്ച്വലി അത്ര എഫക്റ്റ് ചെയ്യത്തില്ല എന്നാണ് പറയുന്നത്. കാരണം ഇവിടെ പ്രൈവറ്റ് മെഡിക്കൽ സെൻറ്ററും ക്ലിനിക്കും മോസ്റ്റ്ലി ഒരു 90% നമുക്ക് വരുന്നത് ഡെൻ്റൽ ആൻഡ് ഡെർമറ്റോളജിയാണ് വരുന്നത്. അത് ഇൻഷുറൻസിൽ ആക്ച്വലി ഇല്ല എന്നാണ് പറയുന്നത്. ചിലപ്പം ഒരു 20% ചിലപ്പോൾ ഉണ്ടായിരിക്കാം. പക്ഷെ എന്നാലും ബാക്കി വലിയൊരു പെർസെൻറ്റേജ് വരാത്തത് കൊണ്ട് മെഡിക്കൽ സെൻറ്ററിലും ഹോസ്പിറ്റലിലും അതിനെ ബാധിക്കത്തില്ല. അപ്പോൾ അവിടെ ഇപ്പോഴും നല്ല റഷും കാര്യങ്ങളും തന്നെയാണ്. ഒരു ടെർമിനേഷൻ്റെ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം ഒരു പഴയുള്ള ഒരു ഡിമാൻഡ് എന്തായാലും കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇവിടെ ലോക്കൽ തന്നെ ആൾ അവൈലബിൾ ആയതുകൊണ്ട്. സോ ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ടെർമിനേഷൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു കാര്യമുള്ളത്. നാട്ടിൽ നിന്ന് റിക്രൂട്ട് ചെയ്ത ആൾക്കാരോട് പോലും ഹോസ്പിറ്റലിലേക്ക് റിക്രൂട്ട് ചെയ്ത ആൾക്കാരെ എല്ലാം ഇപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. മെയിൻലി ഇത് ഈ ഇൻഷുറൻസ് അഫിയ ഇൻഷുറൻസ് സസ്പെൻഡ് ചെയ്തിട്ടേ ഉള്ളൂ, ക്യാൻസൽ ആക്കിയിട്ടില്ല. പിന്നെ നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരും ചെറിയ ആൾക്കാരായിരിക്കത്തില്ലല്ലോ. കാരണം ഇത്രയും ഹോസ്പിറ്റലിൽ ഇവിടെ ഒരുപാട് ഹോസ്പിറ്റൽസ് ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും ഇത്രയും വലിയൊരു സംരംഭം തുടങ്ങിയിട്ട് ഈ ഒരു ഇൻഷുറൻസിൻ്റെ പേരിൽ അത് സ്റ്റോപ്പ് ആവുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഒരു പ്രോബ്ലംസ് ആണ്. അപ്പം അതിനുള്ള ഒരു ബദൽ സംവിധാനം അവരും എന്തായാലും കണ്ടെത്തും. അപ്പോൾ അതുകൊണ്ട് ഇതൊരു സസ്പെൻഷൻ മാത്രമേ വന്നിട്ടുള്ളൂ. മാറ്റങ്ങൾ വരാം. നാളെ വേറെ റൂൾസ് ആയിരിക്കും. സോ അതുകൊണ്ട് അധികം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്രയാണ് പറയാനുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ മെഡിക്കൽ സെൻറ്റർ ക്ലിനിക്കൊക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു മെയിൽ ID കൊടുക്കാം. അതിൽ നിങ്ങൾ CV അയക്കുകയാണെങ്കിൽ എനിക്കറിയാവുന്ന കുറച്ച് നല്ല ആൾക്കാരുണ്ട്. ഞാൻ വേണമെങ്കിൽ അവരുടെ അടുത്ത് നിങ്ങൾ CV കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.